ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. SNDP എടവിലങ്ങ് 1755 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ മഹാസമാധി ദിനം ആചരിച്ചു. SNDP ഹാളിൽ ലിങ്കൺ ശക്തിയുടെ നേതൃത്വത്തിൽ നടന്ന ഗുരുപൂജയോടെയാണ് സമാധി ദിനാചരണ ചടങ്ങുകൾ ആരംഭിച്ചത്. ചടങ്ങിൽ മുൻ ഭാരവാഹികളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. യൂണിയൻ സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ സമ്മാനം നേടിയ കുട്ടികളെയും ആദരിച്ചു. കമ്മിറ്റി ചെയർമാൻ സജീവൻ ചാണാശ്ശേരി അധ്യക്ഷനായി. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി CK സമൽരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. ദേവി സങ്കല്പങ്ങൾക്കും ഈ പറഞ്ഞ 33 കോടി ദൈവങ്ങൾക്ക് അതീതമായി ഗുരുവിനെ ഞാനെന്ന വ്യക്തി ദൈവമായി സ്വീകരിച്ചു. അതിലെനിക്ക് സമർത്ഥിക്കുവാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, യേശുവിനെ എടുത്താൽ, മുഹമ്മദ് നബിയെ എടുത്താൽ, ബുദ്ധ ഭഗവാനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യരൂപത്തിൽ വന്നു പിറന്ന് ജീവിച്ചവരാണ് ഇവർ 3 പേര്. 12 വയസ്സുള്ളപ്പോൾ ഇമ്മാനുവലായിരുന്ന വ്യക്തിയാണ് പിന്നീട് യേശു ക്രിസ്തുവായത്. ക്രിസ്തു എന്ന് പറഞ്ഞ ദൈവത്തെ അറിയുന്നത്. എടുത്തു പറയാൻ കാരണമുണ്ട്. അദ്ദേഹം ചെയ്ത, ഇമ്മാനുവൽ ചെയ്ത നീണ്ട തപസ്സിന്റെ ഫലമായിട്ടാണ് യേശു ക്രിസ്തുവായി മാറിയത്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബി. അറേബ്യൻ രാജ്യങ്ങളിലും മറ്റും ഇന്ത്യയിലും വന്ന ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നീണ്ട തപസ്സിനു മേലെയാണ് അദ്ദേഹം ദൈവമായി മാറിയത്. അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥ രാജകുമാരൻ. സിദ്ധാർത്ഥ രാജകുമാരൻ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് നീണ്ട തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. അങ്ങനെയാണ് സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനായി മാറിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ല, ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ ദൈവമായത് നമ്മുടെ മരുത്താമലയിലെ പിള്ളത്തടം ഗുഹയിൽ 25ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം ചെയ്ത നീണ്ട തപസ്സിനൊടുവിലാണ് അദ്ദേഹത്തിന് അഷ്ടസിദ്ധികൾ ലഭിച്ച് ഗുരു എന്ന ദൈവം എന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. ശാഖാ സെക്രട്ടറി വിജയം ശിവരാമൻ, രാജേന്ദ്രൻ അയ്യാലി, അജയ് ഘോഷ് അവണിപ്പള്ളി, രാമൻകുട്ടി പുന്നക്കുഴി, സിജോയ്, രാകേഷ്, സനീഷ്, രഞ്ജിത്ത്, അശോകൻ എന്നിവർ സംസാരിച്ചു. ശാഖാ വൈസ് പ്രസിഡന്റ് അജിതൻ അവണിപ്പള്ളി നന്ദി പറഞ്ഞു.